ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഫ്ലവർഫുൾ ജേർണി ഓഫ് സ്വാതി. കഴിഞ്ഞ ദിവസം ലാലേട്ടൻ വന്ന സമയത്ത് അനുമോള് ആര്യനെ കുറിച്ച് ഒരു പരാമർശം നടത്തിയിട്ടുണ്ടായിരുന്നു. അനുമോള് ആര്യനെ പറ്റി പറഞ്ഞ കാര്യം, ആര്യൻ ടാസ്ക് ചെയ്തത് ഇമ്മ്യൂണിറ്റി പവർ ലഭിക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ക്യാപ്റ്റൻസി ടാസ്ക് ചെയ്തത്, അത് വിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതായിരുന്നു അനുമോളുടെ പോയിന്റ്. അനുമോൾ അത് കൃത്യമായി പറയുകയും ചെയ്തു. പക്ഷേ അതിനെ ആവർത്തിച്ച് ചോദിച്ചിട്ടും സ്റ്റേറ്റ്മെന്റ് കൺവേ ചെയ്യാനായിട്ട് അനുമോൾക്ക് സാധിച്ചില്ല. എനിക്ക് തോന്നുന്നു അനുമോളുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു കാര്യം, ആര്യൻ പേഴ്സണൽ നീഡ്സിന് വേണ്ടിയിട്ടാണ് ഈ ക്യാപ്റ്റൻസി ടാസ്ക് ചെയ്യുന്നതും ക്യാപ്റ്റൻ ആകണം എന്നൊരു ഉദ്ദേശമുള്ളതും. പക്ഷേ അതിലുപരി ആര്യന് ക്യാപ്റ്റൻ പദവി ലഭിക്കുന്നതിലൂടെ ഈ ബിഗ് ബോസ് ഹൗസ് നല്ല രീതിയിൽ നയിക്കണമെന്നോ അല്ലെങ്കിൽ അവിടെയുള്ള മെമ്പേഴ്സിന് വേണ്ടിയിട്ട് നല്ല കാര്യങ്ങൾ ചെയ്യണം, കൂടുതലായിട്ടുള്ള മാറ്റങ്ങൾ ബിഗ് ബോസ് ഹൗസിൽ വരുത്തണം എന്നുള്ള ഒരു ആഗ്രഹവും ഇല്ല. മറിച്ച് ഈ ഒരു ആഴ്ച എലിമിനേഷൻ എന്നൊരു കടമ്പ കടക്ക എന്നുള്ളത് മാത്രമാണ് ആര്യന്റെ ഉദ്ദേശം എന്നുള്ളതാണ് അനുമോൾക്ക് പറയാനുണ്ടായിരുന്നത്. ആ ഒരു സമയത്ത് ലാലേട്ടൻ ഇത് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം എന്താണ് അനുമോൾ പറയുന്നത്, എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് അനുമോളോട് ആവർത്തിച്ച് ചോദിക്കുന്നുണ്ടായി. അനുമോൾക്ക് ഒരു പക്ഷേ ടെൻഷനായിരിക്കാം, അനുമോൾക്ക് അത് കൃത്യമായിട്ട് പറയാൻ സാധിച്ചില്ല. എന്നാൽ അതിനുശേഷം നൂറയോടും ഷാനവാസിനോടും അക്ബറിനോടും അങ്ങനെ പലരോടും അനീഷിനോടും പലരോടും ആവർത്തിച്ച് ലാലേട്ടൻ ചോദിച്ചിട്ടും ആരും ഈ കാര്യത്തെ പറ്റി സംസാരിക്കാൻ തയ്യാറായില്ല. ഒരു പക്ഷെ അവർക്കത് മനസ്സിലാവാനിട്ടാകാം, അതല്ലെങ്കിൽ അവര് മനഃപൂർവ്വം പറയാതിരിക്കുന്നതാകാം. ഇവിടെ പറ്റുന്ന പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അനുമോള് പറയുന്ന ആ ഒരു കാര്യത്തില് നല്ല രീതിയിലുള്ള ശരിയുണ്ട്. ഇപ്പൊ പലപ്പോഴായിട്ട് നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും, ആരും ഫെയർ ആയിട്ടുള്ള ഗെയിം അല്ല കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ ടാസ്കിലും ഏതൊക്കെ രീതിയിൽ കുതന്ത്രങ്ങൾ മെനയാൻ പറ്റുമോ, ഏതൊക്കെ രീതിയിൽ ഒരു നല്ലതല്ലാത്ത വഴിയിലൂടെ, ഇപ്പോൾ ടാസ്കിന്റെ കാര്യങ്ങളിലാണെങ്കിൽ പല സാധനങ്ങളും ഒളിപ്പിച്ചു വെക്കുക, അതല്ലെങ്കിൽ താനത് ചെയ്തിട്ടില്ല എന്നൊക്കെ നിരസിക്കുക എന്നൊക്കെ രീതിയിലാണ് ആര്യൻ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത്. പല ഗെയിംസിലും ആര്യൻ വിൻ ചെയ്യുന്നുമുണ്ട്. പക്ഷെ ഇതിനെയൊന്നും തട്ടിക്കേൾക്കാനായിട്ട് അവിടെ ആരുമില്ല. ഈ ഒരു കാര്യത്തെയാണ് അനുമോള് ചോദ്യം ചെയ്തത്. പക്ഷെ അനുമോൾക്ക് അനുമോളുടെ പോയിന്റ് കറക്റ്റായിട്ട് കൺവേ ചെയ്യാൻ സാധിച്ചില്ല. അനുമോൾക്ക് അത് സാധിച്ചിരുന്നുവെങ്കിൽ അതൊരു നല്ല കാര്യമായിരുന്നു. ആര്യന്റെ ഈ ഒരു നിലവാരമില്ലാത്ത രീതിയിലുള്ള ഗെയിമിനെ ഒന്ന് പൊളിക്കാൻ കിട്ടുന്ന ഒരു അവസരമായിരുന്നു അത്. പക്ഷെ അത് നടന്നില്ല. മറ്റുള്ളവരാരും തന്നെ അനുമോളുടെ കൂടെ നിൽക്കാതിരുന്നത്, പല സമയത്തായിട്ട് ഒരു ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ കയറിയിട്ട് ഇടപെട്ട് ഒരു ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരാളാണ് അനുമോള്. അങ്ങനെയുള്ള ഒരാളുടെ കൂടെ നിൽക്കാനോ ആ ഒരാൾ പറയുന്ന കാര്യത്തിനെ അനുകൂലിക്കാനോ ആർക്കും ഒരു മനസ്സ് വരാതിരുന്നതായിരിക്കാം. തീർച്ചയായിട്ടും അനുമോള് സംസാരിച്ച ആ ഒരു വിഷയത്തില് ശരിയുണ്ട്. അനുമോൾക്ക് അത് സാധിച്ചിരുന്നുവെങ്കിൽ പബ്ലിക്കിന് നൽകുന്ന നല്ലൊരു മെസ്സേജ് ആയേനെ. തീർച്ചയായിട്ടും ആര്യന്റെ ഒരു നിലപാടിന് അല്ലെങ്കിൽ നിലപാടില്ലായ്മ അൺഫെയർ ഗെയിമിന് താഴ്ത്താൻ പറ്റുന്ന ഒരു നല്ല അവസരമായിരുന്നു. അനുമോള് ഇനിയെങ്കിലും കളിക്കുന്ന ആ ഒരു രീതി മാറ്റി നല്ല രീതിയിൽ ആൾക്കാരോട് കൺവേ ചെയ്യാനും, നല്ല രീതിയിൽ ആ ഒരു ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ആ ഒരു പ്രവണത മാറ്റിയിട്ട് നല്ല രീതിയിൽ ഹൗസ് മേറ്റ്സിന് നല്ല അഭിപ്രായങ്ങൾ പറയാനുള്ള ഒരു അവസരം അനുമോൾ കൊടുക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഈ ഒരു രീതിയെല്ലാം മാറിയിട്ട് അനുമോളുടെ കൂടെ മറ്റുള്ള എല്ലാവരും നിൽക്കുന്ന ഒരവസ്ഥ വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഒരു നല്ല കണ്ടസ്റ്റന്റ് ആണ് അനുമോൾ. അനുമോൾക്ക് തന്നെ വിൻ ചെയ്യാനുള്ള ഒരു കാലിബർ ഉള്ള ഒരാളാണ്. പക്ഷെ അനുമോൾ തന്നെ സ്വന്തം ആ ഒരു കഴിവിനെ അടിച്ചമർത്തുന്ന രീതിയിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ ആ ഗെയിം സ്ട്രാറ്റജി ഒന്ന് മാറ്റി നല്ല രീതിയിൽ ഒന്ന് കളിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ആര്യനെ പോലുള്ള കുതന്ത്രങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ ഒന്നൊതുക്കാൻ അനുമോൾക്കുള്ള കഴിവുണ്ട്. ഇനിയെങ്കിലും അനുമോള ആ ഒരു കാര്യം മനസ്സിലാക്കി ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള നല്ലൊരു വിന്നറെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഇനിയെങ്കിലും അതുകൊണ്ടായാൽ നന്നായി. എനിക്ക് തോന്നിയ കാര്യമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് കമന്റ് ബിലോ. ഇന്നത്തെ വീഡിയോ ഇത്രയും. താങ്ക് യു സോ മച്ച് വീഡിയോ കണ്ടതിന്. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.